ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കവുമായി SIT. നടൻ ജയറാമിന്റെ മൊഴിയെടുത്തു. ചെന്നൈയിലെ വീട്ടിലെത്തി കഴിഞ്ഞ ദിവസമാണ് മൊഴിയെടുത്തത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പൂജിച്ചതുമായി ബന്ധപ്പെട്ട് ജയറാം നൽകിയ വിശദീകരണങ്ങളിൽ പൊരുത്തക്കേടുള്ളതായ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് SIT നീക്കമെന്നാണ് വിവരം. സ്വർണ്ണപ്പാളികൾ എന്ത് ചെയ്തുവെന്നതിനെക്കുറിച്ച് തനിക്ക് വ്യക്തതയില്ലെന്നാണ് ജയറാം പറഞ്ഞതെന്നാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്കായിരുന്നു പരിചയം. മകരവിളക്ക് സമയത്താണ് പോറ്റിയെ പരിചയപ്പെട്ടത്. അതിനുശേഷം പോറ്റി പലവട്ടം ചെന്നൈയിൽ വീട്ടിൽ വന്നിട്ടുണ്ട്. ദ്വാരപാലക പാളികൾ തന്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് പൂജ നടത്തിയത്. സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണ്ണപ്പാളികൾ വെച്ച് നടത്തിയ പൂജയിൽ പങ്കെടുത്തിട്ടുമുണ്ട്. പോറ്റി ക്ഷണിച്ചിട്ടാണ് പോയത്. സ്മാർട്ട് ക്രിയേഷൻസുമായോ സ്പോൺസർമാരുമായോ പരിചയമില്ലെന്നുമാണ് ജയറാം മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് സൂചന. ജയറാമിന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ടോ എന്ന് SIT പരിശോധിക്കും. ശേഷമാകും തുടർ നടപടികൾ. സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജ നടന്ന അതേ ദിവസമാണ് തന്റെ വീട്ടിലും പൂജ നടന്നത് എന്നായിരുന്നു നടൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ജയറാം പങ്കെടുത്ത പൂജയിലുണ്ടായിരുന്നത് സ്വർണ്ണ കട്ടിളപ്പാളികളായിരുന്നു. ഇത് 2019 ജൂൺ മാസത്തിലായിരുന്നു നടന്നത്. ജയറാമിന്റെ വീട്ടിൽ നടന്നത് ദ്വാരപാലക പാളികൾ വെച്ചുള്ള പൂജയായിരുന്നു. ഇത് നടന്നതാകട്ടെ സെപ്റ്റംബർ മാസത്തിലുമായിരുന്നു. 2 മാസങ്ങളിൽ നടന്ന പൂജകൾ എന്തിനെ ഒരേ ദിവസം നടന്നു എന്ന് ജയറാം പറഞ്ഞത് എന്നത് വാർത്തയായിരുന്നു. ഇതെല്ലാം സംബന്ധിച്ച വിവരങ്ങൾ SIT ആരാഞ്ഞുവെന്നാണ് വിവരം. അതേസമയം ശബരിമല സന്നിധാനത്തെ കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടായതായി VSSC നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയതോടെ ദ്വാരപാലക കട്ടിളപ്പാളികളിൽ വീണ്ടും പരിശോധന നടത്തും. സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താനാണ് പരിശോധന. ദ്വാരപാലക പാളിയിൽ 394.6 ഗ്രാം സ്വർണവും കട്ടിളപ്പാളികളിൽ 409 ഗ്രാം സ്വർണവും പൂശിയെന്നാണ് പോറ്റിയുടെ മൊഴി. അതേസമയം എത്ര സ്വർണം പാളികളിൽ ഉണ്ട് എന്നതിൽ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് ഇല്ല. സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താൻ ശാസ്ത്രീയ പരിശോധന വേണമെന്നാണ് SIT പറയുന്നത്. സന്നിധാനത്തെ പാളികളിൽ നിന്ന് വീണ്ടും സാമ്പിൾ ശേഖരിക്കും. VSSCയിൽ പരിശോധിക്കാനാണ് നീക്കം. ഇതിനായി ഹൈക്കോടതിയിൽ അനുമതി വാങ്ങിയാകും നടപടി. സാമ്പിൾ ശേഖരിക്കാൻ വീണ്ടും അനുമതി വാങ്ങേണ്ടിവരും. ശബരിമലയിലെ കട്ടിളപ്പാളികളിലെ സ്വർണം കട്ടെങ്കിലും പാളികൾ ആകെ മാറ്റിയിട്ടില്ലെന്നാണ് VSSC ശാസ്ത്രജ്ഞരുടെ മൊഴി. പാളികളിൽ ഉണ്ടായത് രാസഘടനാ മാറ്റമെന്ന മൊഴിയുടെ വിശദാംശങ്ങൾ SIT ഹൈക്കോടതിയെ അറിയിക്കും.